ഹായ് ഹലോ മാസ്റ്റേഴ്സ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി നമ്മളെ കണ്ടിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെ പുതിയ വീഡിയോ എവിടെയെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. യൂസർ റിവ്യൂ ആണ്. ഇപ്പോൾ വൻ ഹിറ്റ് അടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് MGയുടെ വിൻസർ. അപ്പം അതിൻ്റെ ഒരു യൂസർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള, അതായത് ടാറ്റയെ വരെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് ഇപ്പോൾ വിൻസർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വീഡിയോ ഇട്ട് കാണാം. എൻ്റെ പേര് മാത്യു. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ബിസിനസ്സാണ് എൻ്റെ പ്രൊഫഷൻ. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വണ്ടി എടുത്തത്? പേഴ്സണൽ ആവശ്യത്തിനായിട്ടാണ്. ഇപ്പം അറൗണ്ട് 2600 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. തൃപ്തനാണ്. സർവീസ് കോസ്റ്റ് ഒന്നും അങ്ങനെ ഫസ്റ്റ് ഇനിഷ്യൽ ആയതുകൊണ്ടൊന്നും നമുക്ക് പറയാറായിട്ടില്ല. എന്നാലും അത് EV ആയതുകൊണ്ട് നമ്മൾ അധികം പ്രതീക്ഷിക്കുന്നില്ല. ഇതിന് നെക്സോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് താറും ഇന്നോവയുടെ 2014 മോഡലുമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ കൂടെ. അത് രണ്ടും മാറ്റിയിട്ടാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. ഫിനാൻഷ്യലി നല്ല, ഞാൻ 2023 നെക്സോൺ എടുക്കുന്നത്, EV ആയിട്ട് എടുക്കുന്നത്. അപ്പം അതിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് മനസ്സിലായി. അതുകൊണ്ടാണ് 1 ഇയർ കഴിഞ്ഞ 2024 നമ്മൾ തൊട്ട് വിൻസർ ഇറങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പ്രതീക്ഷിച്ച് നോക്കിയിരിക്കുകയാണ്. അതെ, നമ്മൾ ഇനിഷ്യലി തന്നെ ബുക്ക് ചെയ്തു. ഒക്ടോബർ മാസം ബുക്ക് ചെയ്തു. പക്ഷേ ഡെലിവറി ടൈം ഒരുപാട് എടുത്തു. നമുക്ക് ജാനുവരിയാണ് കിട്ടിയത്. അതെ, കാരണം നമ്മൾ ഒക്ടോബർ 23 എന്തോ ആണ് വണ്ടി ബുക്ക് ചെയ്തത്. നവംബർ 23 വണ്ടി ബുക്ക് ചെയ്തത്. ഓൾമോസ്റ്റ് ജാനുവരി 21 ആയി വണ്ടി. കാരണം ടോപ്പ് എൻഡ് മോഡൽ കിട്ടാനാണ് പ്രയാസം. ഇത് ടോപ്പ് എൻഡ് മോഡൽ, എസെൻസ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് മോഡലാണ്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈസ് ഹൈക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം 31 ഡിസംബറിന് ശേഷം 50,000 റുപ്പീസ് പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ഹൈക്ക് ഉണ്ട്. പിന്നെ ഇവർ ഫ്രീ ചാർജിങ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി, ഇവർ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ഫ്രീ ചാർജിങ് ബാസ്, അതെ, 31 ഡിസംബറിന് ശേഷം എടുത്തവർക്ക് ആർക്കും ആ ഫ്രീ ചാർജിങ് അവൈൽ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മെയിൻലി ഫസ്റ്റ് 10,000 കസ്റ്റമേഴ്സിന് മാത്രമാണ് ആ ഫ്രീ ചാർജിങ് ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഫ്രീ ചാർജിങ് പോലും ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 കിലോവാട്ട് യൂണിറ്റ്സ് ആയിട്ട് അവർ കട്ട് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ ലിമിറ്റ് ചെയ്ത്, നേരത്തെ അൺലിമിറ്റഡാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ 1000 യൂണിറ്റ്സ് ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുകയാണത്. ഇല്ല, ഒരിക്കലും ഞാൻ ഫ്രീ ചാർജിങ് പ്രതീക്ഷിച്ചില്ല. ഞാൻ വീട്ടിൽ സോളാറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു വണ്ടിയെ സംബന്ധിച്ചോളം സ്ലോ ചാർജിങ് ആണ് ബാറ്ററിയുടെ ഹെൽത്തിന് എപ്പോഴും നല്ലത്. അതുകൊണ്ട് സ്ലോ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് വല്ലപ്പോഴും പുറത്ത് ലോങ് പോകുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതെ, ഉണ്ട്. അതിൽ നിന്ന് ഇത് ഓടിച്ചപ്പോഴത്തേക്കും എന്തൊക്കെയാണ് ഒരു പ്ലസ് തോന്നിയത്, എന്തൊക്കെയാണ് ഒരു മൈനസ് തോന്നിയത്? വിൻസറിനെ സംബന്ധിച്ചോളം ലുക്ക് വൈസ് അത് അവരവരുടെ പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമാണ്. കാരണം ലുക്ക് ആണ് പലർക്കും വിൻസറിന് അത്ര പോരാ എന്നൊക്കെ, അല്ലെങ്കിൽ വിൻസറിൻ്റെ ഒരു ഡിസൈൻ പലർക്കും താല്പര്യപ്പെട്ട് കാണത്തില്ല. പക്ഷേ സ്പേസ് ആണ് വണ്ടിയുടെ മെയിൻ. സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നോവ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്നോവയുടെ ഒരു മുക്കാൽ സ്പേസ് തന്നെ ഈ വണ്ടിക്ക്. 18 ലക്ഷം രൂപയാണ് ഓൺ റോഡ് ഈ വണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക്, ഇൻക്ലൂഡിങ് ആവശ്യം പോലെ ഉണ്ട്. 18 ലക്ഷം രൂപയ്ക്ക് ഇതിൽ കൂടുതൽ നമുക്കൊരു വണ്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കമ്പനിക്ക് ഈസിലി ഒരു 23 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇറക്കിയാൽ പോലും സുഖമായിട്ട് ഇവർക്ക് വിൽക്കാൻ പറ്റും. കാരണം അതിൻ്റെ ബാക്ക് സ്പേസ് എല്ലാം നല്ലപോലെ, റിയർ സീറ്റിൻ്റെ സ്പേസിങ് ഒക്കെ വളരെ നല്ലതായിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഡയറക്റ്റ്ലി EVയിലോട്ടല്ല, നമ്മൾ ഹൈബ്രിഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. 2023 നെക്സോൺ എടുക്കുന്നതിന് മുമ്പ് ഹൈബ്രിഡ് ഹൈക്രോസാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് ആയിരുന്നു അതിൻ്റെ ബുക്കിംഗ് പീരീഡ് ഉണ്ടായിരുന്നത്. അപ്പം ഓൾമോസ്റ്റ് 8-9 മന്ത്സ് ആയിട്ട് പോലും ഡീലർഷിപ്പിൻ്റെ ഭാഗത്ത് എന്നാ ഡെലിവറി എന്നുള്ളൊരു ഐഡിയ പോലും ഇല്ലാതെ അവർ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ പിന്നെ പോസിബിൾ EV ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാൽ നെക്സോൺ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയ സമയമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു അറൗണ്ട് 21.5 lakhs ആയിരുന്നു നെക്സോൺ അന്ന് എടുത്തപ്പോൾ. തീർച്ചയായിട്ടും ഹൈബ്രിഡിന് ഹൈക്രോസിന് പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹൈക്രോസ് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നെക്സോൺ EVയിലോട്ട് വന്നു. നെക്സോൺ EV ഉപയോഗിച്ചതിന് ശേഷം ആ കറണ്ട് ഇയർ എനിക്ക് തോന്നുന്നു അന്ന് 3 വണ്ടി ഉണ്ടായിരുന്നു. നെക്സോൺ ഉണ്ടായിരുന്നു, താറുണ്ടായിരുന്നു, ഇന്നോവ ഉണ്ടായിരുന്നു. മറ്റ് 2 വണ്ടികൾ ആ ഒരു വർഷം ആകെപ്പാടെ 500 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ.
അപ്പം നമ്മൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും അതിൻ്റെ ചാർജിങ് നെക്സോൺ ലാഭം മനസ്സിലായി. പിന്നെ പലരും ടാറ്റയെ പറ്റി കംപ്ലയിൻറ്റ് പറയുന്നവരുണ്ട്, സർവീസിനെ പറ്റി കംപ്ലയിൻറ്റ്. എന്തായാലും ദൈവം സഹായിച്ച് എനിക്ക് വണ്ടിക്ക് ഇതുവരെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. 27,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. DC ഫാസ്റ്റ് ചാർജിങ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. വണ്ടിക്ക് ഇതുവരെ ഒരു ഇഷ്യൂവും വന്നിട്ടില്ല. പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്, എനിക്കൊന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മളൊരു സെക്കൻഡ് EVയെ പറ്റി ചിന്തിച്ച് അതുപോലും സെക്കൻഡ് EV നമ്മൾ BYDക്കാവും. കാരണം നമുക്കൊരു എപ്പോഴും ഒരു 7 സീറ്റർ വണ്ടി വേണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ BYD നമ്മൾ അതെ BYD E-Max 7 നമ്മൾ ബുക്ക് ചെയ്തു. അതും ഇതേപടി ഡെലിവറി എക്സ്പെക്ട് ചെയ്ത ടൈമിന് ഡെലിവറി എത്തിയില്ല. എനിക്കൊന്ന് ട്രിവാൻഡ്രത്തെ ആണോ ഇനി കേരളത്തിലെ മാത്രം പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടാ. 6 സീറ്റർ വണ്ടികൾ വരുന്നുണ്ട്. 7 സീറ്റർ സുപ്പീരിയർ മോഡലാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ. അത് ഓൺ റോഡ് അറൗണ്ട് 34 lakhs ആയിരുന്നു അന്ന് വിൻസർ ഇറങ്ങാൻ പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളപ്പോൾ പിന്നെ ഫോഴ്സിബിളി വേറൊരു ഓപ്ഷൻ നോക്കിയാലേ പറ്റൂ. കാരണം നമുക്ക് വണ്ടി ഇറങ്ങാതെ നമുക്ക് വണ്ടി പ്രതീക്ഷിച്ചിരിക്കാനും പറ്റില്ല. കാരണം കഷ്ടിച്ച് തിരുവനന്തപുരത്ത് 1-2 മോഡലേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്കൊരു ഫീഡ്ബാക്കും കിട്ടാത്തൊരവസ്ഥയായപ്പം നമ്മൾ വിൻസർ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് BYDയുടെ ഒരു 80% സ്പേസും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഫീച്ചർ റിച്ച് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാറ്ററി ചെറുതാണെന്ന് മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ. നെക്സോൺ അന്ന് 38 ഉണ്ടായിരുന്നു, 38 39 ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 6 മാസം ശേഷമാണ് 45 എന്ന് പറഞ്ഞ വേരിയൻ്റ് ഇറങ്ങിയത്. അതെ 45 എന്ന്. ഇപ്പം കറൻ്റ്ലി അവർ ഈ 38ൻ്റെ മാത്രം നിർത്തിയിട്ട് 40 or 45 ആണ് അതിൻ്റെ ഇത് ഇറക്കിയിരിക്കുന്നത്. അവർ ബേസാക്കി നിർത്തിയിരിക്കുന്നത്. റേഞ്ച് നമുക്ക് ലോങ് പോകുമ്പോൾ ഈസിലി ഒരു 280 290 കിട്ടും. പ്യുവർലി അത് ഒരു ഡ്രൈവറിൻ്റെ ഓടിക്കുന്ന ഒരു സ്റ്റൈല് പോലെ ഇരിക്കും. നമുക്ക് EV ഓടിക്കുന്ന ഒരു സ്റ്റൈൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടും തന്നെ. ഇത് സിറ്റിക്കകത്തൊരു 240 ഒക്കെ കിട്ടും. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളൊരു 20% അല്ലെങ്കിൽ 15% താഴെ കൊണ്ടുപോകാറില്ല. ബാറ്ററി ഹെൽത്തിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് MG അങ്ങനെ ഇപ്പം ടാറ്റ പറയാറുണ്ടല്ലോ, ഇപ്പം നമുക്ക് 20-ന് താഴെ 10-ന് താഴെ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ സ്ലോ ചാർജ് ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം സ്ലോ ചാർജ് ചെയ്യണമെന്നൊക്കെ ടാറ്റ പറയാറുണ്ടല്ലോ. അങ്ങനെ MG അങ്ങനെ എന്തെങ്കിലും പറയാറുണ്ടോ? ഞാനിപ്പം വിൻസർ ഓണേഴ്സ് ക്ലബിൻ്റെ മെമ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ലാസ്റ്റ് വീക്ക് ഒരു മെസ്സേജ് കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവർ അപ്ഡേറ്റ് ചെയ്തതായിട്ട്. അതെന്ന് വെച്ചാൽ 4 DC ഫാസ്റ്റ് ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു AC ഫാസ്റ്റ് ചാർജിങ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു 7.2 kV ചാർജർ അല്ലെങ്കിൽ 3.3 നമ്മുടെ നോർമൽ അഡാപ്റ്റർ ചാർജർ വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തെ അത് മെച്ചപ്പെട്ട് നിൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ബാറ്ററിയുടെ പൂർണ്ണമായിട്ട് ബാലൻസിങ് കറക്റ്റ് ആവത്തുള്ളൂ. അതിപ്പം അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും വാറണ്ടി ഇഷ്യൂ വരുമ്പം നമുക്കതൊരു പ്രയാസമാവാൻ സാധ്യതയുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്താണ്? ഫീച്ചറിനേക്കാളുപരി സ്പേസാണ് നമുക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റി നമ്മൾ ടാറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നോക്കുമ്പം ക്വാളിറ്റി കുറേ കൂടെ പ്ലാസ്റ്റിക്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കുറേ കൂടെ ബെറ്ററാണ്. എന്നുവെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് വിൻസറിൽ ഇവർ ആഡ്സിലും എല്ലാം ചെയ്തിരുന്ന പോലെ ഇതിൻ്റെ ബാക്ക് സീറ്റ് കംഫർട്ടാണ്. ബിസിനസ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് ഇവർ കുറച്ച് നമുക്ക് ബാക്കിലോട്ട് ചെയ്യാം. പിന്നെ സീറ്റ് കുറേ കൂടെ നല്ല സപ്പോർട്ടീവാണ്. തൈ സപ്പോർട്ടെല്ലാം നല്ലപോലെ. അതെ. പിന്നെ ഫ്രണ്ട് 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റാണ്. ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്തായാലും ഒരു ചെറിയ നെഗറ്റീവ് പറയും. അങ്ങനെ എടുക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി എന്തെങ്കിലും തോന്നിയത് ഏത്? ഇതിൻ്റെ അകത്ത് പല ഫോറങ്ങളിലൊക്കെ വായിച്ചും യൂട്യൂബിലൊക്കെ കണ്ട് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ് എന്നുള്ള രീതിയിലാണ് മനസ്സിലായത്. അത് എൻ്റെ നെക്സോണിൻ്റെയും ഇതിൻ്റെയും വെച്ചൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നെക്സോണിൻ്റെ സസ്പെൻഷൻ കുറേ കൂടെ സോഫ്റ്ററാണ്. സോഫ്റ്റർ മീൻസ് നമുക്ക് റൈഡ് കംഫർട്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വണ്ടിയുടെ ഡയമെൻഷൻ്റെ ആണോ എന്നറിയാൻ മേൽ ആയിരിക്കാം ചിലപ്പോൾ ഒരു പരിധി വരെ ഈ കുറച്ചും കൂടെ വലിയ വണ്ടിയും വീൽ ബേസും കൂടുതലാണ് നെക്സോൺ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ടായിരിക്കാം ഫീച്ചേഴ്സ് കൂടുതൽ നെക്സോൺ ആയിരുന്നു അതോ ഇതിനകത്താണോ കൂടുതൽ ഫീച്ചർ ആഡ് ചെയ്തിട്ടുള്ളത്? ഇതിൻ്റെ അകത്ത് നമുക്ക് ടച്ച് സ്ക്രീൻ അങ്ങനത്തെ കുറച്ചുകൂടെ വലിയ ടച്ച് സ്ക്രീനുണ്ട്. സെയിം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വിൻസറിൻ്റെ അകത്ത് വലിയ സ്ക്രീനാണ് വരുന്നത് കുറേ കൂടെ. പിന്നെ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ഇതുവരെ ഇടയ്ക്ക് മാത്രം സോഫ്റ്റ്വെയർ ബഗ്സ് ഒക്കെ നമ്മൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാലും അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും
വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ടാറ്റയിലുള്ള പോലത്തെ വലിയ ഗ്ലിച്ചുകളും ബഗ്ഗുകളും ഇല്ല ഇല്ല ഇല്ല, വളരെ കുറവ്, വളരെ കുറവ്. നിലവിൽ എന്തൊക്കെ വന്ന് കാണും, എങ്ങനെയുള്ള ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്? മെയിൻലി റേഡിയോ പ്ലേ ചെയ്യുമ്പോഴത്തേക്കുള്ള ഡിസ്റ്റർബൻസ് ആണ് മെയിൻലി നമ്മൾ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിപ്പിന് ഇടയ്ക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ആ അതെ അതെ, അതൊക്കെയാണ് മെയിൻലി നമ്മൾ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. വേറെ ക്യാമറ ഇഷ്യൂസോ അങ്ങനെ വലിയ ലാഗോ ഒന്നും അങ്ങനെ വലിയതായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇനിഷ്യലി നമ്മളൊരു പ്യുവർലി ഒരു സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് കാർ ആയതുകൊണ്ട് ഇനിഷ്യലി സ്റ്റാർട്ടപ്പ് ചെയ്ത് വരാനായിട്ട് കുറച്ച് നേരം എടുക്കും. കാരണം നമുക്ക് സാധാ കാർ പോലെ പെട്ടെന്ന് ഓൺ ചെയ്ത് അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഒരു 10-20 സെക്കൻഡ് എടുക്കും. കാരണം അതിൻ്റെ മോഡ് സെലക്ഷൻ എല്ലാം സ്ക്രീൻ വഴി മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഒരുപാട് കൺട്രോൾസ് നമുക്ക് പഴയ വണ്ടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ബട്ടൺ ആയിരിക്കും. ഇത് കൂടുതൽ ഇപ്പോൾ ഈ കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് ഇത്രയും വലിയ സ്ക്രീന് വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തു? സ്ക്രീൻ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് ഇപ്പം നമ്മുടെ റിയർ വ്യൂ മിറർ വരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതുവഴിയാണ്. എന്നുവെച്ചാൽ നമുക്ക് സെലക്ഷൻ സ്ക്രീൻ വഴിയാണ്, പക്ഷേ അതിൻ്റെ കൺട്രോൾ വന്നിട്ട് സ്റ്റിയറിംഗ് വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ഇനിഷ്യലി നമ്മളൊന്ന് പഠിച്ചെടുക്കാനായിട്ടുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാർക്ക് കുഴപ്പമില്ല, എൽഡേഴ്സിന് കുറച്ച് പ്രയാസം കാണുമായിരിക്കും. ഫാമിലിയായിട്ടൊക്കെ എവിടെയും യാത്ര ചെയ്തോ? കോട്ടയം, എൻ്റെ നാട് കോട്ടയമാണ്. അങ്ങനെ കോട്ടയം പോയി വരാറുള്ളത് ഇപ്പം വിൻസറിലാണോ? വിൻസറിലാണ്, തീർച്ചയായിട്ടും വിൻസറിലാണ് പോയി. കാരണം നമുക്ക് MG ആയതുകൊണ്ട്, കാരണം MG ZCV ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതുവരെ MGക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നു കേട്ടില്ല. മറ്റേ ടാറ്റയ്ക്കൊക്കെ ഹൈ വോൾട്ടേജ് ബാറ്ററി ഇഷ്യൂസൊക്കെ പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് MG ആകുമ്പോൾ കുറേ കൂടെ ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോകാം. അതെ അതെ അതെ. പക്ഷേ എന്നാലും വിൻസർ ചില ഈ DC ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസുമായിട്ട് കോമ്പറ്റബിൾ ആവാനായിട്ടൊരു പ്രയാസമുണ്ട്. കാരണം പഴയ എന്നുവെച്ചാൽ EV 2020-ലും 2021-ലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത മെഷീൻസുമായിട്ട് കോമ്പറ്റബിൾ ആവാൻ ഇച്ചിരി പ്രയാസമുണ്ട്. അതുകൊണ്ട് ഈ ആയിരിക്കും ലേറ്റസ്റ്റ് പുതിയ മെഷീനുകൾക്കൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് വിൻസർ ഓണേഴ്സായിട്ട് തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ വിൻസർ സപ്പോർട്ട് ചെയ്യുന്ന മെഷീൻസ് ലിസ്റ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പം ഇപ്പം വിൻസർ ഒത്തിരി ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കോമൺ പ്രോബ്ലം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കോമൺ പ്രോബ്ലത്തിലുപരി മെയിൻലി നമുക്ക് ഈ സസ്പെൻഷൻ വൈസാണ് നമുക്കൊരു പ്രയാസമായിട്ട് തോന്നിയിരിക്കുന്നത്. അത് അവരവരുടെ ഒരു താല്പര്യാർത്ഥമായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഈ ഫാസ്റ്റ് ചാർജിങ് ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നതും അതിപ്പം കുറച്ച് പേര് ചേർന്ന് എന്തെങ്കിലും അതിന് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം ഇവർ പ്യുവർലി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഇവർ 1000 ഒരു പരിധിവരെ ചീറ്റിംഗ് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാവരും ഫ്രീ ചാർജിങ് കിട്ടുമെന്നുള്ള രീതിയിൽ, അൺലിമിറ്റഡ് ഫ്രീ ചാർജിങ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവരും ആദ്യമേ കയറി വണ്ടി എടുത്തു. പക്ഷേ ഇപ്പോൾ 1000 യൂണിറ്റ് ആയിട്ട് അത് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അവർ മുന്നോട്ട് കേസാവില്ല എന്തെങ്കിലുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യത്തിലാണ് നിൽക്കുന്നത്. കാരണം DC ചാർജിങ് എക്സ്പെൻസീവ് ആണല്ലോ. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ 8-9 രൂപയാകുമ്പോഴത്തേക്ക് ഇത് DC ചെയ്യുമ്പോൾ എങ്ങനെയായാലും 20-22 രൂപയോളം പെർ യൂണിറ്റ് കോസ്റ്റ് ആവും. ചാർജിങ് ടൈം നമ്മൾ നോർമൽ 3.3 kW ആണ് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നത്. അത് അറൗണ്ട് ഒരു 12-13 hours കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ആക്കി എടുക്കും. എന്നുവെച്ചാൽ നമ്മളൊരു 10-15% ചാർജ് ചെയ്യുമ്പോഴത്തേക്ക്. ഫാസ്റ്റ് ചാർജ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല വീട്ടിൽ, കാരണം നമുക്ക് 3 phase കണക്ഷൻ ആയിട്ടില്ല. നമ്മൾ DC ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോഴത്തേക്ക് 50 kW ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മാക്സിമം ഒരു 45 minutes നമുക്ക് ഫുൾ ചാർജ് ആയി കിട്ടുന്നുണ്ട്. മാക്സിമം കപ്പാസിറ്റി 50 kW ആണ് വിൻസർ സപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ എപ്പോഴെങ്കിലും ഈ ഗണ്ണ് ലോക്ക് ആവുക അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഇഷ്യൂ ഏതെങ്കിലും പർട്ടിക്കുലറായിട്ട് ഏതെങ്കിലും മെഷീനിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ കൂടുതലും ഗോയിസി അല്ലെങ്കിൽ സെനോണിൻ്റെ ആണ് യൂസ് ചെയ്യാറ്. കാരണം നമുക്ക് നേരത്തെ KCBയുടെ ആയിട്ട് പല പ്രശ്നങ്ങൾ എൻ്റെ ടാറ്റയുടെ ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് വന്നു. കാരണം ചിലപ്പം നിപ്പിന് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കട്ടായി പോവുക, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതലും ഗോയിസിയും സെനോണും ആണ് യൂസ് ചെയ്യാറ്. ഗോയിസി നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ഗണ്ണ് ലോക്കിംഗ് ഇതിൻ്റെ അകത്ത് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. ടാറ്റയ്ക്കാണ് കൂടുതലും ഗൺ ലോക്കിംഗ് ഇഷ്യൂസ്, അതിൻ്റെ ആക്ച്വേറ്ററിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കാണ് അത് കണ്ടിരിക്കുന്നത്. ഫാമിലിയൊക്കെ യാത്ര ചെയ്തപ്പോൾ അവരെന്ന് പറയാൻ ആദ്യം കയറിയപ്പോഴത്തേക്കും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. കംഫർട്ട്, അതെ അതെ അതെ. നമ്മൾ നെക്സോണിൻ്റെ ഒക്കെ ബാക്ക് സീറ്റ് കംഫർട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല സ്പേസ് ഉണ്ട് ബാക്കിൽ.
നല്ല സപ്പോർട്ടുണ്ട്, നല്ല നല്ല സപ്പോർട്ട്. കംഫർട്ടാണ്. അതിനേക്കാളൊക്കെ വളരെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ വലിയ സീറ്റാണ് അല്ലേ? വലിയ സീറ്റാണ്. വേണമെങ്കിൽ ഒരു മെലിഞ്ഞവർക്കാണെങ്കിൽ 4 പേർക്ക് വേണമെങ്കിലും പുറകിൽ സുഖമായിട്ടിരിക്കാം. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഇപ്പം ക്ലിക്കാവാൻ കാര്യം ഒരൊറ്റ കാര്യമാണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും വലിയൊരു ഉള്ളൊരു വണ്ടി, ഇത്രയും നല്ല കംഫർട്ടുള്ള വണ്ടി, അതും ബാക്ക് സീറ്റിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു വിജയം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാനുള്ള കാര്യം അതാണ്. പിന്നെ MG എന്നൊരു കമ്പനി എന്നുള്ളത് അത്രയും നല്ലൊരു ബ്രാൻഡാണ്, നമുക്ക് വിശ്വസിക്കാം. അതെ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഇപ്പോഴും EV വണ്ടികളോട് ഒരു പേടിയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ബ്രോ എന്നാണ് പറയാനുള്ളത്? നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ EV എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓട്ടോ ഇല്ലാതെ EV എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുതലാവത്തില്ല. കാരണം നമുക്ക് റീസെയിൽ വാല്യൂ അധികം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല EVയെ സംബന്ധിച്ച്. കാരണം മെയിൻലി ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. BYD ഒക്കെയാണ് EV മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളവർ. അപ്പം കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകളൊക്കെ EV മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് കാറുകൾക്ക് വില കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മെയിൻ ഉദാഹരണമാണ് നെക്സോൺ 3.0 ഫേസ് ലിഫ്റ്റ്. ഞാൻ എടുത്തപ്പോൾ 21.5 lakhs ആയിരുന്നു ഓൺ റോഡ് അന്നായത്. അത് ഇപ്പം 23 നവംബറിൽ എടുത്ത വണ്ടിയാണ്. ഇപ്പം അത് ഓൾമോസ്റ്റ് 17 lakhs ഓൺ റോഡിനാണ് ആ വണ്ടി ഇപ്പോൾ ഇറങ്ങുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം 3.5 ലക്ഷം രൂപയോളം വില കുറച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ റീസെയിൽ ഓൾമോസ്റ്റ് അത്രയും കുറഞ്ഞു ആ ഒരു 1.5 വർഷം കൊണ്ട്. ഇപ്പം നിലവിൽ ഈ വിൽസറും നെക്സോണും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം IC എഞ്ചിൻസും എല്ലാം കൊടുത്തു. കാരണം നെക്സോൺ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഐസ് എഞ്ചിനുകൾക്ക് ഒന്ന് മെയിൻ നമ്മുടെ ഓക്സിലറി ബാറ്ററി ഡൗൺ ആവും. അങ്ങനെ പല പ്രശ്നം. കാരണം വണ്ടിക്ക് ഓട്ടോ ഇല്ല. മറ്റേതാകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും പെർ കിലോമീറ്റർ. ഇപ്പോഴും കുറേ ആൾക്കാർ പല സ്ഥലത്തും പറയാറുള്ളതാണ്, അവർക്ക് എല്ലാവർക്കും ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പേടി, അതിനിപ്പോഴും ടൈം ആയിട്ടില്ല എന്നുള്ളത് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പൊ ഇത്രയും നാൾ ഉപയോഗിച്ചിട്ടുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? 2 വണ്ടി ഉണ്ടായിരുന്നതാണ്. അത് നമുക്ക് ഒന്ന് ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പ്ലാനിങ് മീൻസ് നമുക്കൊന്ന് ഇന്ന സ്ഥലത്തെത്തി. നമുക്കിപ്പം കൂടുതലിപ്പം റെസ്റ്റോറൻറ്റ്സിൻ്റെ അടുത്തൊക്കെ DC ചാർജിങ് ഒക്കെ സ്റ്റേഷൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. മെയിൻലി നമ്മൾ എറണാകുളം റൂട്ടൊക്കെ MC റോഡ് വഴി പോകുമ്പോഴത്തേക്കെല്ലാം റെസ്റ്റോറൻറ്റ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്ന ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം ഇല്ലാതെ പോയി വരുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അതെ തീർച്ചയായും. MGക്ക് അങ്ങനെ ആപ്പ് ഉണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത്? ഉണ്ട്. MGക്ക് iSmart എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതുവഴി നമുക്ക് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, വണ്ടിയുടെ ലൊക്കേഷന് നമുക്ക് റിമോട്ട്ലി വണ്ടി ടേൺ ഓൺ ചെയ്ത് AC ഓൺ ചെയ്യാനും അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും അവൈൽ ചെയ്യാൻ പറ്റും. അതിപ്പം 1 year കഴിയുമ്പോഴേ അറിയുള്ളൂ അതിന് പെയ്ഡ് ആണോ ഇല്ലയോ. നമുക്ക് ടാറ്റയ്ക്ക് നമുക്ക് ഇയർലി അതിൻ്റെ പേയ്മെൻറ്റ്, കാരണം അതിൻ്റെ eSIM-ഉം അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അതെ, ഇതുവരെ നമുക്ക് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത വേറെ എന്തൊക്കെയുണ്ട്? വണ്ടിക്ക് നല്ല ഗ്ലാസ് ഏരിയ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് ഉള്ളിലായിട്ട് നല്ല ചൂട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൈഡിലൊക്കെ 50% വിസിബിലിറ്റിയിലുള്ള ഫിലിം യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡേ ടൈമൊക്കെ വളരെ പ്രയാസമാണ്. കാരണം സീറ്റെല്ലാം ഇൻറ്റീരിയർ കൂടുതലും ബ്ലാക്ക് ആയതുകൊണ്ട് ചൂട് ഒത്തിരി അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അകത്തോട്ട്. അതെ, കാരണം റൂഫും ഫുൾ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നല്ല ചൂട് മുകൾ വശത്ത് നമുക്ക് അതിൻ്റെ ഉണ്ട്. കാരണം മുകളിലത്തെ ഫുൾ ഗ്ലാസ് റൂഫാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഗ്ലാസ് റൂഫ് ആയതുകൊണ്ട് ചൂട് ടോപ്പ് മൊത്തം നല്ല ചൂടായിട്ട് തന്നെ നിൽപ്പുണ്ട്. പിന്നെ വണ്ടി എടുക്കാൻ പോയ സമയത്ത് അന്വേഷിച്ചായിരുന്നു. ബാസ് സ്കീം പ്യുവർലി നമ്മൾ നോർമലി വണ്ടിക്ക് ഫിനാൻസ് ചെയ്യുന്ന പോലെ ബാറ്ററിക്കും കൂടെ ഒരു ഫിനാൻസ് എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഐഡിയ ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പിന്നെ ബാസ് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പം MG അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു 3-4-5 ഫൈനാൻസേഴ്സ് ഉണ്ട്. അവർ മുഖേന മാത്രമേ നമുക്ക് നമ്മുടെ നോർമൽ വണ്ടിയുടെ ഫൈനാൻസും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ബാങ്കർ വേറെ ഉണ്ടെങ്കിൽ അവരായിരിക്കും കുറേ കൂടെ നമുക്ക് ബെസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുക. പക്ഷേ ബാസ് സ്കീം എടുക്കുമ്പോൾ ബാസ് സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫൈനാൻസുകളിൽ നിന്ന് മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്? സർവീസ് എങ്ങനെയായാലും ഇനിയിപ്പം നെക്സ്റ്റ് സർവീസ് വരുന്ന ഒരു 5000-നാണെന്ന് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത സർവീസ് വരുന്നത് എന്തായാലും നമുക്ക് മാക്സിമം ഒരു 1000-1500 രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന പ്രതീക്ഷ. 1000 എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വീൽ ബാലൻസിങ്ങും അലൈൻമെൻറ്റും ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. വളരെ കുറവ്, അത്രേ ഉള്ളൂ, വളരെ നോമിനലാണ്. ടയോട്ട എന്തായാലും നമുക്ക് കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡ്സിനെ വെച്ച് നോക്കുമ്പം സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇന്നോവ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു
എല്ലാവരും 5000 അല്ലെങ്കിൽ 10000 കിലോമീറ്ററിൻ്റെ സർവീസിന് മാക്സിമം ഒരു 3000-4000 രൂപ. പക്ഷേ വലിയ ജർമ്മൻ ബ്രാൻഡുകൾക്കൊക്കെ അല്ലെങ്കിൽ വോക്സ് വാഗൻ അങ്ങനത്തെ ഒക്കെ പോകുമ്പോൾ എങ്ങനെയായാലും ഒരു 10,000 മുകളിലാവും സർവീസ് കോസ്റ്റ് എല്ലാം. കറണ്ട് ബില്ല് നമുക്ക് ഇപ്പം ഞാൻ EVക്ക് വേണ്ടി മാത്രം എൻ്റെ സെപ്പറേറ്റ് കണക്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ EV ചാർജിങ് മാത്രമായില്ല ഫുള്ളി കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് പെർ മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് കൂടുമ്പോൾ ഒരു മാക്സിമം ഒരു 5000 രൂപയാണ് 2 മാസത്തേക്കും കൂടെ നമുക്ക് EV ചാർജിങ്ങിന് വന്നുകൊണ്ടിരുന്നത്. സ്പെയർ വീല് കമ്പനി ആക്സസറി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം അറൗണ്ട് 21,000 അടുപ്പിച്ചോളം സ്പെയർ വീൽ കോസ്റ്റ് വരും. സ്പെയർ വീൽ 21,000 എന്നുവെച്ചാൽ അതിൻ്റെ ബാക്കി കിറ്റ് കാര്യം. കാരണം അതിനൊരു ക്യാരേജ് ഫ്രെയിം വരുന്നുണ്ട്. കാരണം സബ് വൂഫറാണ് നമുക്കിപ്പോൾ വണ്ടിയുടെ പുറകിൽ വരുന്നത്. അപ്പോൾ സബ് വൂഫറിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്യാരേജ് വെച്ച് വെച്ചാൽ ഒരു മെറ്റൽ ഫ്രെയിം വരുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് സ്റ്റീൽ വീല് വന്നിട്ട് അതെനിക്കൊന്ന് 17 ഇഞ്ച് വീലായിരിക്കും വരുന്നത്. നമുക്ക് നോർമലി വണ്ടിയിൽ വരുന്നത് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ 18 ഇഞ്ച് ലോ പ്രൊഫൈൽ ടയറാണ് വരുന്നത് കൂടുതലും. അപ്പം അതിൻ്റെ അതുകൂടെ ജാക്കി അങ്ങനത്തെ കിറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഈ 21,000 എടുക്കുമ്പോൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ടയർ ഇൻഫ്ലേറ്റർ കിറ്റ് മാത്രമേ എൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മെയിനായിട്ടുള്ള പ്രശ്നം എന്താണ്? എനിക്ക് ആക്സസറീസിൻ്റെ ക്വാളിറ്റി ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ട്. കാരണം ആക്സസറീസിൽ യൂസ് ചെയ്യുന്ന ഗമ്മ് ക്വാളിറ്റി അത്ര പോരാ. കാരണം മെയിൻലി ഞാൻ ഈ റൂഫ് റെയിൽ വെച്ചിട്ടില്ല. റൂഫ് റെയിൽ ഉപയോഗിക്കുന്നവരും എൻ്റെ വീൽ ആർച്ച് ക്ലാഡിങ്ങിൻ്റെ എഡ്ജസ് എല്ലാം വിട്ട് വരുന്നുണ്ട്. അപ്പം വിട്ടിങ് പോരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എഡ്ജസ് കാരണം ഡോർ പാനലിന് അനുസരിച്ച് കേർവ് ചെയ്ത് ഒട്ടിക്കുമ്പം അതിൻ്റെ എഡ്ജസ് എല്ലാം വിട്ട് കാണുന്നുണ്ട്. അതെ, എന്നുവെച്ചാൽ ഷോറൂമായിട്ട് ആക്സസറി ആയിട്ട് ഫിറ്റ്മെൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പം അതിൻ്റെ ഗമ്മിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമായിരിക്കാം. ചെയ്തു തരും. കാരണം വാറണ്ടി എനിക്ക് തോന്നുന്നു ഒരു 6 മാസമെങ്കിലും ആക്സസറീസിന് വാറണ്ടിയെങ്കിലും തരേണ്ടതാണ് കമ്പനി. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്? ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ് വരുന്നത്. എൻ്റെ പഴയ വണ്ടി നെക്സോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ക്വാളിറ്റി നമുക്ക് ഇൻഫിനിറ്റിയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ കിട്ടുന്നില്ല. നെക്സോണിൽ ഹാർമൻ അല്ലായിരുന്നോ? JBL ആണ് വരുന്നത്. അതിൻ്റെ അത്ര ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതെ, ധാരാളം പാട്ട് കേൾക്കും. അതെ, കാരണം നമുക്ക് JBL ആകുമ്പോൾ കുറച്ചും കൂടെ ബേസ് നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റിങ്സ് മാക്സിമം ഇട്ടിട്ട് പോലും നമുക്ക് കൂടുതലും ട്രിബിളാണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത്. പിന്നെ ബാക്കിയുള്ള ഈ സ്പേസ്, ബോട്ടിൽ സ്പേസ് അങ്ങനെയുള്ളതെല്ലാം സ്പേസ് ധാരാളം ഉണ്ട്. നമുക്ക് ഡാഷ്ബോർഡ് ആണെങ്കിലും നമുക്ക് ഫോൺ വെക്കാൻ. നമുക്ക് നെക്സോണിൽ മെയിൻലി ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചാർജിങ് പാഡ് ഉണ്ട് നടുക്ക് വെക്കാൻ. ചാർജിങ് പാഡ് മാത്രമേ ഉള്ളൂ ഫോൺ വെക്കാനായിട്ടൊരു സ്പേസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആംറസ്റ്റിൻ്റെ അവിടെ പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ AC കൺട്രോളിൻ്റെ താഴെ, ആ AC കൺട്രോളിൻ്റെ താഴേക്ക് ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമുക്ക് സിഗരറ്റ് ലൈറ്ററും Type-C ചാർജിങ്ങിൻ്റെ പോർട്ടും വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓൾറെഡി കേബിൾ കണക്റ്റഡ് ആയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഫോൺ വെക്കാൻ പ്രയാസമാണ്. അപ്പോൾ സ്പേസ് നമുക്ക് ധാരാളം. ഡോർ പാഡിൽ നമുക്ക് ഫ്രണ്ടിലൊക്കെ മിനിമം 1 ലിറ്ററിൻ്റെ 3 നമ്മുടെ മിനറൽ വാട്ടർ കുപ്പി വെക്കാൻ സ്പേസ് ഉണ്ട്. ഹെഡ്ലൈറ്റ് LED ആണ് വരുന്നത്. എല്ലാ LED പോലെ നമുക്ക് ഫോഗ് അല്ലെങ്കിൽ മഴ സമയത്ത് അതിൻ്റെ ഉള്ള പ്രയാസമുണ്ട്. പിന്നെ ലോ ആയിട്ട് വരുന്നതുകൊണ്ട് ഇവർ ഫോഗ് ലാമ്പ് ഒന്നും വേറെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ഹൈ ബീം യൂസ് ചെയ്യുമ്പം നോർമൽ ക്ലൈമറ്റിൽ നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ സ്പോർട്സ് മോഡ് MGയിൽ പറയുന്ന സ്പോർട്സ് മോഡാണോ? MGയിൽ മൊത്തം 4 മോഡാണ് വരുന്നത്. ബൈ ഡിഫോൾട്ട് വണ്ടി സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം നോർമലിലാണ്. എക്കോ പ്ലസ് ഉണ്ട്, എക്കോ ഉണ്ട്, നോർമൽ, സ്പോർട്സ് മോഡ്. ഞാൻ കൂടുതലും എക്കോ പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് എക്കോ പ്ലസ് അല്ലെങ്കിൽ എക്കോ തന്നെ ധാരാളം ഒരു നോർമൽ നമ്മൾ ഐസ് വണ്ടി ഉപയോഗിക്കുന്നതിൻ്റെ പെർഫോമൻസ് അതിൽ തന്നെ കിട്ടുന്നുണ്ട് ധാരാളം. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നോർമൽ കുഴപ്പമില്ല. നമുക്ക് ഹൈവേയിലൊക്കെ പോകുമ്പം കാരണം എഫിഷ്യൻസിക്ക് ഉപരി പെർഫോമൻസ്. കാരണം നമ്മൾ ത്രോട്ടിൽ റെസ്പോൺസ് ഒരു പരിധി കൂടുതൽ നമുക്ക് റെസ്പോൺസ് തോന്നിക്കും അതിൽ. സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോൾ പ്യുവർലി അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സോൺ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പിക്കപ്പ് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇനിഷ്യൽ പിക്കപ്പ് നെക്സോണിനെക്കാട്ടിലും ഇനിഷ്യൽ പിക്കപ്പാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത്. മാക്സിമം എത്ര വരെ ഇതിൽ സ്പീഡിൽ പോയിട്ടുണ്ടായിരിക്കും? ഞാനൊരു 100-110 അതിൽ കൂടുതൽ കയറിയിട്ടില്ല.
കോർണറിംഗ് സ്റ്റെബിലിറ്റി ഒക്കെ കോർണറിങ് വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് നെക്സോൺ കുറച്ചും കൂടെ ഒരു ഒതുങ്ങിയ അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്ലാന്റഡ് ആയിട്ടുള്ള വണ്ടിക്ക് കുറച്ചും കൂടെ ബോഡി വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ വലിയ വണ്ടിയാണ്, വീൽ ബേസ് കൂടുതലാണ്, വണ്ടിക്ക് വിഡ്ത്തും ഉണ്ട്, നല്ല വിഡ്ത്തുണ്ട് വണ്ടിക്ക്. കാരണം നമുക്കൊരു വലിയൊരു MPVയുടെ വിഡ്ത്ത് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കോർണറിംഗ് ഒക്കെ കുഴപ്പമില്ല എന്ന് മാത്രമേ. കാരണം ഒരു കാർ അല്ല, ഒരു ഇവർ തന്നെ ഉദ്ദേശിക്കുന്ന CUV ക്രോസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് MG ഇതിനെ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ബാക്കി ഇതിന്റെ ഗ്ലാസ് ഏരിയ കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി ആണ്. പില്ലറൊക്കെ നല്ല വിസിബിലിറ്റി ആണല്ലോ. നെക്സോൺ ഉപയോഗിച്ചിട്ട് നേരെ ഇതിലൂടെ വന്നപ്പോഴത്തേക്കും വളരെ ബെറ്റർ ആയിട്ട് തോന്നിയില്ലേ? നെക്സോണിൽ നമുക്ക് ധാരാളം ബ്ലൈൻഡ് സ്പോട്ട്, മെയിൻലി നമുക്ക് പില്ലറിൻ്റെ അകത്ത് പില്ലറിൻ്റെ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ് ഒന്നും നെക്സോണിൽ വരുന്നില്ല. പക്ഷേ നമുക്ക് നെക്സോണിൻ്റെ സൈഡ് മിറർ വലിയ മിററാണ്, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം നല്ലൊരു ബ്ലൈൻഡ് സ്പോട്ട് തന്നെയാണ് നെക്സോണിൽ എൻ്റെ അനുഭവത്തിൽ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ട് പില്ലറിൻ്റെ അവിടെയായിട്ട് ക്വാർട്ടർ ഗ്ലാസ് ഉള്ളതുകൊണ്ട് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. MGയുടെ ഒരു റിലയബിലിറ്റി ഉദ്ദേശിച്ചാണ് മെയിൻലി നമ്മൾ ധൈര്യമായിട്ട് MGക്ക് പോയത്. കാരണം MG വണ്ടി നേരത്തെ നമ്മൾ ആരുടെയൊന്നും ഉപയോഗിച്ച റിവ്യൂ ഒന്നും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. MG നല്ലതാണ്, കമ്പാരിറ്റീവ് വേറെ ഇഷ്യൂസ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ധൈര്യമായിട്ട് അതെ അതെ. കാരണം മോറിസ് കാരേജ് ഒരു ബ്രിട്ടീഷ് കമ്പനി ആയിട്ടാണ് എല്ലാവരും അറിവിലിരുന്നാലും, പക്ഷേ അതിൻ്റെ മെയിൻ സ്റ്റേക്ക് ഹോൾഡർ സൈക്ക് എന്ന് പറയുന്ന ഒരു ചൈനീസ് ബ്രാൻഡാണ്. പിന്നെ ഇന്ത്യയിൽ JSW സ്റ്റീലാണ് അതിൻ്റെ അകത്തെ പാർട്ട്ണറായിട്ട് വരുന്നത്. ഈ EV വണ്ടി വെഹിക്കിളിലോട്ട് ഫസ്റ്റ് വരാനുള്ള ഒരു ധൈര്യം ഇനി ഫ്യൂച്ചർ EV ആണ് എന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ ഹൈബ്രിഡ് നോക്കിയോണ്ട് നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ, അധികം സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. 23-ലാണ് ഈ നെക്സോൺ ഫേസ് ലിഫ്റ്റ് എടുക്കുക. അതെ, നെക്സോണിൻ്റെ പഴയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. നെക്സോണിൻ്റെ പഴയ മോഡലുകൾക്ക് ഒത്തിരി ഇഷ്യൂസ് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ടാറ്റ ആകുമ്പോൾ നമുക്ക് പാർട്സ് അവൈലബിലിറ്റി ഇപ്പം ഐസ് ആണെങ്കിലും EV ആണെങ്കിലും ബോഡി പാനൽസും അങ്ങനത്തെ വണ്ടിയാകുമ്പോൾ തട്ടുകയും മുട്ടുകയും എല്ലാം ചെയ്യും. അപ്പം നമുക്ക് പാർട്സ് അവൈലബിലിറ്റി അങ്ങനത്തെ എല്ലാം ടാറ്റയ്ക്കായിരിക്കും കുറേ കൂടെ ചീപ്പറും നമുക്ക് കിട്ടാനുള്ള അവൈലബിലിറ്റി എളുപ്പം. അതുകൊണ്ടാണ് അതെ, വണ്ടിക്ക് റസ്റ്റിംഗ് ഇഷ്യൂ നമ്മൾ ടാറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്. അതെ, അവർ മെറ്റൽ വെയിറ്റ് ആണ് പ്യുവർലി ടാറ്റ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. നമുക്ക് റസ്റ്റിംഗ് ഉണ്ട്, റസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ. അതാണ് ഇപ്പം ഒത്തിരി പേര് പരാതി പറഞ്ഞിട്ടുണ്ട്, ടാറ്റയ്ക്ക് ബിൽഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലും ഒത്തിരി കംപ്ലൈൻറ്റ്സ് അതിനകത്തുള്ള ഇന്റേണൽ പാർട്സിന് പലതിനും ക്വാളിറ്റി ലോസ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും നമ്മൾ MGയുടെ വാഹനത്തിനെ പറ്റി അങ്ങനെ ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കുറച്ചുകൂടെ നല്ല എന്താ കാണുമ്പോഴത്തേക്കും ഇതിന്റെ എഡ്ജുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നു. ഫിനിഷിംഗ് ഉണ്ട് ടാറ്റയ്ക്ക്. നമ്മൾ ഈ പാനൽ ഗ്യാപ്സ് നമ്മൾ പലയിടത്തും, കാരണം ഡോർ അലൈൻമെന്റ് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ടാറ്റയിൽ ഞാൻ എൻ്റെ വണ്ടിക്ക് പോലും ഉണ്ട്. എൻ്റെ വണ്ടിക്കും ഉണ്ട്. കാരണം റിയർ നമ്മുടെ ബൂട്ടിൻ്റെ ഡോർ ആണെങ്കിലും രണ്ട് സൈഡിലും രണ്ട് അലൈൻമെൻറ്റിലാണ് ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കസ്റ്റമറാണ്. വേറെ വെഹിക്കിളുണ്ട്. ഇപ്പം 2 വണ്ടി ഇപ്പം ഇലക്ട്രിക് വണ്ടിയുണ്ട്. എല്ലാ IC എഞ്ചിനും കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാരെല്ലാം IC എഞ്ചിനിൽ നിന്ന് എല്ലാവരും ഇലക്ട്രിക്കിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കസ്റ്റമറാണ്, പുള്ളി വളരെ ഹാപ്പിയാണ്. ധൈര്യമായിട്ട് ഈ വണ്ടി ആൾക്കാരിപ്പം വിറ്റ് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.